നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. പ്രതിരോധ മേഖലയിൽ കേരളത്തിന് അഭിമാനമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഏകദേശം 5000 കോടി രൂപയുടെ ബൃഹത്തായ കരാറിൽ ഏറ്റവും കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ ബിഡറായി കൊച്ചിൻ ഷിപ്പ്യാർഡ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ വമ്പൻ പ്രഖ്യാപനത്തെക്കുറിച്ചും ഓഹരി വിപണിയിൽ ഇതുണ്ടാക്കിയ ചലനങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി നോക്കാം. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പുറപ്പെടുവിച്ച ടെൻഡറിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ നേട്ടം കൈവരിച്ചത്. നാവികസേനയ്ക്കായി 5 നെക്സ്റ്റ് ജനറേഷൻ സർവേ വെസലുകൾ നിർമ്മിക്കാനുള്ള കരാറാണിത്. 2026 ഫെബ്രുവരി 16 ഡൽഹിയിൽ നടന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ യോഗത്തിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് L1 ബിഡറായി പ്രഖ്യാപിച്ചത്. ഈ പുതിയ സർവേ വെസലുകൾ ഇന്ത്യൻ നാവികസേനയുടെ സമുദ്ര പര്യവേക്ഷണ പ്രവർത്തനങ്ങളെയും മാപ്പിംഗ് ശേഷിയെയും ഗണ്യമായി വർദ്ധിപ്പിക്കും. സമുദ്ര സുരക്ഷയിലും നാവിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയിലും ഈ കപ്പലുകൾ നിർണായക പങ്കുവഹിക്കും. നിലവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഏകദേശം 22,000 കോടി രൂപയുടെ വലിയ ഓർഡർ ബുക്കാണുള്ളത്. ഈ 5000 കോടി രൂപയുടെ പുതിയ കരാർ കൂടി വരുന്നതോടെ കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാകും. ഈ കരാർ ലഭിക്കുന്നതോടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൂടുതൽ കരുത്തേകാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിനും സാധിക്കും. ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ കരാർ സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങും. മൂന്നാം പാദത്തിലെ കമ്പനിയുടെ പ്രകടനം നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഡിസംബർ പാദത്തിലെ സാമ്പത്തിക ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. വരുമാനത്തിൽ 17.7% വളർച്ചയോടെ 1350 കോടി രൂപ നേടാൻ കമ്പനിക്ക് സാധിച്ചിരുന്നു. ഇത് പോസിറ്റീവായ കാര്യമാണ്. എന്നാൽ ലാഭത്തിന്റെ കണക്കുകൾ നിക്ഷേപകർക്ക് ചെറിയ ആശങ്ക നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം 177 കോടി രൂപയായിരുന്ന അറ്റാദായം ഇത്തവണ 18% ഇടിഞ്ഞ് 144.6 കോടി രൂപയായി കുറഞ്ഞു. ഇതിനേക്കാൾ ശ്രദ്ധേയമായത് പ്രവർത്തന മാർജിനിലെ കുറവാണ്. 20.7% നിന്നും മാർജിൻ 13.8% ഇടിഞ്ഞിരിക്കുകയാണ്. ചിലവുകൾ കൂടിയതാണ് ലാഭത്തെ ബാധിച്ചതെങ്കിലും 5000 കോടി രൂപയുടെ പുതിയ നാവികസേന കരാർ വരും പാദങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ടെക്നിക്കൽ അനാലിസിസ് കൂടെ പരിശോധിക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിലായിരുന്നു. എന്നാൽ 5000 കോടി രൂപയുടെ കരാർ വാർത്ത വന്നതോടെ ഓഹരിയിൽ വലിയൊരു ബ്രേക്ക്ഔട്ട് ദൃശ്യമാണ്. നിലവിൽ RSI 60 to 70 റേഞ്ചിനടുത്താണ്. ഇത് ഓഹരിയിൽ ശക്തമായ വാങ്ങൽ താല്പര്യം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. എങ്കിലും 70-ന് മുകളിലേക്ക് പോയാൽ അതൊരു ഓവർബോട്ട് മേഖലയിലേക്ക് കടക്കാം. 50-day 100-day മൂവിംഗ് ആവറേജിന് മുകളിലാണ് ഓഹരി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ പോസിറ്റീവ് സൂചനയാണ്. ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഓഹരിക്ക് 1580 to 1620 രൂപ റേഞ്ചിൽ ശക്തമായ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ലെവൽ മറികടന്ന് മുകളിലേക്ക് പോയാൽ പുതിയ റെക്കോർഡ് ഉയരങ്ങളിലേക്ക് ഓഹരി കുതിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്നൊരു ഇടിവുണ്ടായാൽ 1480 to 1500 റേഞ്ചിൽ ശക്തമായ സപ്പോർട്ട് പ്രവർത്തിക്കും. ഈ ലെവലിന് താഴേക്ക് പോകാതിരിക്കുന്നത് ഓഹരിയുടെ കരുത്ത് നിലനിർത്താൻ സഹായിക്കും. നിങ്ങളൊരു പുതിയ നിക്ഷേപകനാണെങ്കിൽ ഇപ്പോൾ തന്നെ മുഴുവൻ തുകയും നിക്ഷേപിക്കാതെ ഒരു ഡിപ്പ് വരുമ്പോൾ, അതായത് വില 1500-1510 റേഞ്ചിലേക്ക് അല്പം താഴുമ്പോൾ വാങ്ങുന്നതാണ് കൂടുതൽ സുരക്ഷിതം. ബ്രേക്ക്ഔട്ട് ട്രേഡിംഗിൽ താല്പര്യമുള്ളവർക്ക് 1580 എന്ന ലെവൽ മറികടന്ന് സ്ഥിരത കൈവയ്ക്കുമ്പോൾ എൻട്രി എടുക്കാവുന്നതാണ്. ഹ്രസ്വകാല ട്രേഡർമാരാണ് നിങ്ങളെങ്കിൽ കുറഞ്ഞ വിലയിൽ, ഉദാഹരണത്തിന് 1300 to 1400 രൂപ റേഞ്ചിൽ വാങ്ങിയ ആളാണെങ്കിൽ 1580 to 1600 രൂപ റേഞ്ചിലെത്തുമ്പോൾ ഭാഗികമായി പ്രോഫിറ്റ് എടുക്കുന്നത് ബുദ്ധിപൂർവമായ നീക്കമായിരിക്കും. ദീർഘകാല നിക്ഷേപകരാണ് നിങ്ങളെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ലഭിച്ച വമ്പൻ ഓർഡറുകളും കമ്പനിയുടെ മികച്ച ഫണ്ടമെന്റൽസും പരിഗണിക്കുമ്പോൾ ദീർഘകാലത്തേക്ക് ഈ ഓഹരി കൈവശം വെക്കുന്നത് കൂടുതൽ ലാഭം നൽകാൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിൽ ഈ വാർത്ത വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചത്. 4 ദിവസമായി തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തിയിരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ 7%-ലധികം കുതിച്ചുയർന്നു. ഒരു വർഷത്തിനിടെ 27% വളർച്ച രേഖപ്പെടുത്തിയ ഓഹരി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 700%-ലധികം മൾട്ടി ബാഗർ റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയത്. ഓർഡറുകൾ ലഭിക്കുന്നത് നല്ല കാര്യമാണെങ്കിലും കപ്പൽ നിർമ്മാണത്തിന് എടുക്കുന്ന ദൈർഘ്യമേറിയ സമയം കമ്പനിയുടെ പ്രവർത്തന ലാഭത്തെ ബാധിച്ചേക്കാം. അതിനാൽ വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ ശ്രദ്ധിച്ച് മാത്രം നിക്ഷേപം തുടരുക.